നമസ്കാരം. ഓ ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമസ്കന്ധം അധ്യായം 19. ഇപ്പോൾ ശ്രീശുകനും ജനക മഹാരാജാവും തമ്മിൽ സംവദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ശുകൻ തൻ്റെ സംശയങ്ങളെല്ലാം ജനകനോട് ചോദിക്കുന്നു. ജനക മഹാരാജാവും ഈ ഐഹിക സുഖങ്ങളിൽ നിന്നും പൂർണ്ണനായി മുക്തനായിട്ടില്ല എന്ന് ശ്രീശുകൻ സംശയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വംശത്തിൽ ജനിച്ച രാജാക്കന്മാരെല്ലാം വിദേഹൻ എന്ന നാമത്തിൽ വളരെ പ്രസിദ്ധരായിരുന്നു. എന്നാൽ ആരും കർമ്മം കൊണ്ട് വിദേഹരായിരുന്നില്ല താനും. പിന്നീട് ജനക മഹാരാജാവിൻ്റെ വംശത്തിൽപ്പെട്ട നിമി എന്നു പേരുള്ള ഒരു രാജാവിനെ പറ്റി പറയുകയാണ് ശ്രീശുകൻ. ആ രാജർഷി യജ്ഞം നടത്താൻ വേണ്ടി വസിഷ്ഠ മഹർഷിയെ ക്ഷണിച്ചു. അപ്പോൾ മഹർഷി പറഞ്ഞു, എന്നെ ദേവേന്ദ്രൻ മുന്നേ യജ്ഞത്തിന് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടേക്ക് പോയി യജ്ഞം പൂർത്തിയാക്കിയ ശേഷം അങ്ങയുടെ യാഗത്തിൽ പങ്കെടുക്കാമെന്ന് പറയുന്നു. അപ്പോഴത്തേക്കും യാഗത്തിന് വേണ്ടതെല്ലാം സംഭരിച്ചു വെച്ചാലുമെന്ന് അപേക്ഷിക്കുന്നു. അതിനുശേഷം ദേവേന്ദ്രൻ്റെ യാഗം നടത്തുന്നതിന് വേണ്ടി വസിഷ്ഠ മഹർഷി അവിടെ നിന്നും യാത്രയാകുകയും ചെയ്തു. ഈ സമയത്ത് നിമി മറ്റൊരാളെ ഗുരുവാക്കിക്കൊണ്ട് യാഗം നടത്തി. ഇത് അറിഞ്ഞിട്ട് വസിഷ്ഠൻ അത്യധികം കോപിച്ചു. ഉടനെ രാജാവിനെ ശപിക്കുകയും ചെയ്തു. നിന്റെ ദേഹം ഇപ്പോൾ തന്നെ വീണു പോകട്ടെ എന്ന് ശപിച്ചു. രാജാവ് തിരിച്ച് അദ്ദേഹത്തെയും ശപിച്ചു, അങ്ങയുടെ ദേഹവും വീണു പോകട്ടെ എന്ന്. അങ്ങനെ രണ്ടുപേരും മരിച്ചുപോയി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ശ്രീശുകൻ പറയുന്നു. വിദേഹൻ എങ്ങനെയാണ് ഗുരുവിനെ ശപിച്ചത്? ഇതൊരു വളരെ നേരം പോക്കായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന് ശ്രീശുകൻ ജനകനോട് പറയുന്നു. അപ്പോൾ ജനകൻ മറുപടി പറയുന്നത് എന്താണെന്ന് അടുത്ത ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ജനക ഉവാച. ശ്ലോകം 28. സത്യമുക്തം ത്വയാ നത്ര മിഥ്യാ കിംചിദിദം മതം തഥാപി ശൃണു വിപ്രേന്ദ്ര ഗുരുർമമ സുപൂജിതഃ. ഹേ ബ്രാഹ്മണോത്തമ, സത്യമാണങ്ങ് പറഞ്ഞത്. അതിൽ തെല്ലും അസത്യമില്ലെന്ന് തോന്നുന്നു. എന്നാലും ഗുരുവും എനിക്ക് പൂജ്യനാണല്ലോ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായവും എനിക്ക് മാനിക്കേണ്ടതാണല്ലോ എന്ന് സാരം. ശ്ലോകം 29. പിതു സംഗം പരിത്യജ്യ ത്വം വനം ഗന്തുമിച്ഛസി മൃഗൈ സഹ സുസംബന്ധോ ഭവിതാദേന സംശയഃ. പിതാവുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് വനത്തിൽ പോകാനാണല്ലോ അങ്ങ് ആഗ്രഹിക്കുന്നത്. അങ്ങേക്ക് മൃഗങ്ങളുമായി നല്ല ചേർച്ചയുണ്ടാകുമെന്നതിൽ സംശയമില്ല. ശ്ലോകം 30. മഹാഭൂതാനി സർവത്ര നിസ്സംഗ ക്വ ഭവിഷ്യസി ആഹാരാർത്ഥം സദാ ചിന്ത നിശ്ചിന്തസ്യ കഥം മുനേ. മഹാഭൂതങ്ങൾ 5 എവിടെയുമുണ്ടല്ലോ. അപ്പോൾ അങ്ങ് എങ്ങനെ നിസ്സംഗനാകും? ആഹാരത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കണമെന്നിരിക്കെ എങ്ങനെയാണ് നിശ്ചിന്തനാവുന്നത്? ശ്ലോകം 31. ദണ്ഡാജിനകൃതാ ചിന്ത യഥാ തവ വനേപി ച തഥൈവ രാജ്യചിന്താ മേ ചിന്തയാനസ്യ വാനവാ.
ദണ്ഡം, അജിനം എന്നിവയെക്കുറിച്ചുള്ള ചിന്ത അങ്ങേക്ക് വനത്തിൽ ചെന്നാലും ഉണ്ടാകും. അതുപോലെ ചിന്തിക്കുന്ന എനിക്ക് രാജ്യകാര്യങ്ങളെക്കുറിച്ചുള്ള ചിന്ത ഉണ്ടായെന്നും വരാം, ഇല്ലെന്നും വരാം. ശ്ലോകം 32. വികൽപ്പോപഹതസ്ത്വം വൈ ദൂരദേശമുപാഗതഃ ന മേ വികൽപ്പസന്ദേഹോ നിർവികൽപ്പോസ്മി സർവഥാ. സംശയം കൊണ്ട് കുഴങ്ങിയാണ് അങ്ങ് ഇത്ര ദൂരം എത്തിയത്. എനിക്ക് സംശയമോ തെറ്റിദ്ധാരണയോ ഇല്ല. എല്ലാ തരത്തിലും ഞാൻ സംശയരഹിതനാണ്. ശ്ലോകം 33. സുഖം സ്വപിമി വിപ്രാഹം സുഖം ഭുഞ്ജാമി സർവദാ ന ബദ്ധോസ്മിതി ബുദ്ധ്യാഹം സർവദൈവ സുഖീ മുനേ. ഹേ ബ്രാഹ്മണ, ഞാൻ സുഖമായി ഉറങ്ങുന്നു, എല്ലായ്പ്പോഴും സുഖമായി ഭക്ഷിക്കുന്നു. ബദ്ധനല്ലെന്ന ചിന്തയോടെ ഞാൻ എല്ലായ്പ്പോഴും തന്നെ സുഖിയായി ഇരിക്കുന്നു. ശ്ലോകം 34. ത്വം തു ദുഃഖീ സദൈവാസി ബദ്ധോഹം ഇതി ശങ്കയാ ഇതി ശങ്കാം പരിത്യജ്യ സുഖീ ഭവ സമാഹിതഃ. അങ്ങാകട്ടെ ഞാൻ ബദ്ധനാണല്ലോ എന്ന ശങ്ക കൊണ്ട് എപ്പോഴും ദുഃഖിയാണ്. ഈ ശങ്ക വെടിഞ്ഞ് മനസ്സ് ഏകാഗ്രമാക്കി സുഖിയായി തീർന്നാലും. ശ്ലോകം 35. ദേഹോയം മമ ബദ്ധോസ്തി ന മാമേതി ച മുക്തദാഃ തഥാ ധനം ഗൃഹം രാജ്യം ന മമേതി ച നിശ്ചയഃ. ഈ ശരീരം എൻ്റേതാണെന്ന വിചാരമാണ് ബന്ധം, എൻ്റേതല്ലെന്ന വിചാരം മുക്തിയും. അതുപോലെ ധനം, ഗ്രഹം, രാജ്യം എന്നിവയൊന്നും എൻ്റേതല്ലെന്ന വിചാരം ഉറയ്ക്കണം. അപ്പോൾ ബന്ധം ഉണ്ടാവില്ല. 35 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് 19-ാം അധ്യായത്തിലെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.